ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇസ്രയേൽ തങ്ങളുടെ മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം പരിഷ്കരിക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത്. കഴിഞ്ഞ വർഷം ഇറാനുമായി നടന്ന 12 ദിവസത്തെ സംഘർഷത്തിൽ മിസൈലുകൾ വരുമ്പോൾ നഗരം മുഴുവൻ സൈറണുകൾ മുഴങ്ങുമായിരുന്നു. ജനങ്ങൾ ദിവസവും പലതവണ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഈ സംവിധാനം കൂടുതൽ കൃത്യവും പ്രാദേശികവുമായി മാറിയെന്നാണ് റിപ്പോർട്ട്. 2025 ഇസ്രയേൽ ഇറാൻ യുദ്ധകാലത്ത് ടെല്ലവീവിലെ ഒരു ഭൂഗർഭ ബങ്കറിൽ കുഞ്ഞിന് ജന്മം നൽകിയ ഒരു യുവതി പറയുന്നു, പഴയ സംവിധാനത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ മാറ്റം വലിയ ആശ്വാസമാണെന്ന്. പണ്ട് ടെല്ലവീവിൽ എവിടെ മിസൈൽ വന്നാലും നഗരം മുഴുവൻ അലാറം മുഴങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വളരെ കൃത്യമാണ്. തെക്കൻ ടെൽ അവീവിലാണ് മിസൈൽ എത്തുന്നതെങ്കിൽ എനിക്ക് അലാറം ലഭിക്കില്ല. അതുകൊണ്ട് കുട്ടികളെ വെറുതെ വിളിച്ചുണർത്തേണ്ടി വന്നില്ല എന്നും അവർ പറഞ്ഞു. 2023 ഒക്ടോബർ 7 ശേഷം 60,000-ലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിന് നേരെ വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വിക്ഷേപണത്തിന്റെയും പാത, സമയം, കാലാവസ്ഥ, റഡാർ വിവരങ്ങൾ എന്നിവ AI ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നു. മനുഷ്യസാധ്യമായതിനേക്കാൾ വേഗത്തിൽ ദശലക്ഷക്കണക്കിന് വിവരങ്ങൾ കോർത്തിണക്കിയാണ് AI പ്രവചനം നടത്തുന്നത്. 2006 രാജ്യം വെറും 25 അലർട്ട് സോണുകളായിട്ടാണ് തിരിച്ചിരുന്നത് എങ്കിൽ ഇന്നത് 1700 ഉയർത്തി. ഇത് ഓരോ ചെറിയ പ്രദേശത്തെയും വേർതിരിച്ച് മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കുന്നു. 4 ദശലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്ന സൈനിക ആപ്പ് വഴി തത്സമയ വിവരങ്ങളും സുരക്ഷിത സ്ഥാനത്തെത്താൻ വേണ്ട സമയവും അറിയാൻ സാധിക്കും. 2025 ജൂണിലെ യുദ്ധകാലത്ത് ഈ സംവിധാനം കൂടി ഉൾപ്പെടുത്തി ടവറുകൾ വഴി ഫോണുകളിലേക്ക് നേരിട്ട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കാൻ ഇതിലൂടെ സാധിക്കും. ഈ സാങ്കേതിക മുന്നേറ്റം യുദ്ധകാലത്തെ ദൈനംദിന ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കിയെന്നും ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നുവെന്നുമാണ് ഇസ്രയേലുകാരുടെ അഭിപ്രായം. അതേസമയം പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലാക്കിയ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമം പൊളിഞ്ഞു. വരും ദിവസങ്ങളിൽ യുഎസുമായുള്ള ചർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരെ ഇസ്ലാമാബാദിലേക്ക് അയക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വെള്ളിയാഴ്ചയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചത്. യുഎസിന്റെ ആവശ്യങ്ങൾ സ്വീകാര്യമല്ലെന്ന് ഇറാൻ ഊന്നി പറഞ്ഞു. ഇതോടെ ചർച്ചകൾക്കുള്ള സാധ്യത അവസാനിച്ചു. ഇതോടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലായി. എന്നാൽ ചർച്ചാവേദി മാറ്റാനുള്ള ശ്രമത്തിലാണ് തുർക്കിയും ഈജിപ്തും. ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ മറ്റു സ്ഥലങ്ങൾ അന്വേഷിക്കുകയാണ് ഇവർ. നിലവിലെ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ ധാരണയിലെത്താനുള്ള ശ്രമത്തിലാണ് മധ്യസ്ഥത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന തുർക്കിയും ഇറാനും. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും പകരമായി വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിനും അമേരിക്കയും ഇറാനും ചർച്ചകൾ നടത്തിവരികയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെ സാധ്യമായ വെടിനിർത്തലിനെ കുറിച്ച് ട്രംപ് സംസാരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ പ്രസിഡന്റ് ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്ന് അതേ ദിവസം തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും കപ്പൽ ഗതാഗതം സുഗമമാവുകയും ചെയ്താൽ മാത്രമേ അത് സംഭവിക്കൂ എന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്നായിരുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ, തുർക്കി വിദേശകാര്യമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും വിശദമായ ചർച്ചകൾ നടത്തിയായിരുന്നു ചർച്ചാവേദിയടക്കം തീരുമാനിച്ചത്. അതേസമയം യുദ്ധം രൂക്ഷമാവുന്നതിനിടെ 2 US യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. ഇത് US കനത്ത തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.